നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അടുത്തത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം. അത് വൈസ് ചെയർമാൻ വേണോ അതോ വൈസ് ചെയർപേഴ്സൺ തന്നെ വേണോ എന്നതിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. വൈസ് ചെയർപേഴ്സൺ തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വൈസ് ചെയർപേഴ്സൺ മതിയെങ്കിൽ ആ ചുമതല ആർക്ക്? അത് തീരുമാനിക്ക്. അമ്മേ, അത് ഞാൻ തന്നെ തുടർന്നോളാം. ഇനി ആദ്യം ഉണ്ടായ ഒരു തെറ്റുകുറ്റവും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. നമ്മുടെ കമ്പനിയെ ഉയരങ്ങളിൽ എത്തിക്കും ഞാൻ. കുറെ നാളായി കമ്പനിയുടെ വളർച്ച, അതിവിടെ എല്ലാരും കാണുന്നതാണല്ലോ. കഷ്ടം. പഴയ തെറ്റുകൾ തിരുത്തി അതിനേക്കാൾ ശക്തിയിൽ മുന്നോട്ട് പോകുന്നതാ മഹാമാരുടെ ലക്ഷണം. ആ ക്വാളിറ്റി എനിക്കുണ്ട്. അമ്മ എന്താ കളിയാക്കാണോ? ഏയ്, ഞാൻ അറിയാതെ എന്തോ ഓർത്ത് ചിരിച്ചു പോയതാ. ഒന്നുമല്ല, എന്നെ പരിഹസിച്ച് ചിരിച്ചതാ. അങ്ങനെ തന്നെ കരുതിക്കോ, അതിനെന്താ? എന്തായാലും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് ശ്യാമ മതി. അമ്മേ, നല്ല സെലക്ഷൻ. ശ്യാമ തന്നെ വൈസ് ചെയർപേഴ്സൺ ആകട്ടെ. നമ്മുടെ കമ്പനി കുറച്ചുകൂടെ നന്നാവും. ഇവിടെ ഐശ്വര്യ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഐശ്വര്യ നമ്മുടെ കമ്പനിയെ ഭരിച്ചു മുടിച്ചത്. ഇനിയും അത് പറ്റില്ല. അരുൺ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങള് കമ്പനി കാര്യത്തിൽ വലിച്ചഴക്കണ്ട. ഐശ്വര്യ, നീ പ്രഗ്നന്റ് അല്ലേ? ഇനി ഇവിടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഐശ്വര്യ തന്നെയല്ലേ പറഞ്ഞ പ്രഗ്നന്റ് ആണെന്ന്? അതൊക്കെ ഞാൻ പറഞ്ഞത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്നാ. പ്രശ്നമുണ്ട് ഐശ്വര്യ. ശ്യാമേക്കാളും നല്ല ക്ഷീണവും വോമിറ്റിങ്ങും ഐശ്വര്യക്കുണ്ട്. ഞാൻ എപ്പോഴും കാണുന്നതല്ലേ. പ്രഗ്നൻസി അഭിനയം ഇത്രയും ഭാര്യയാവുമെന്ന് വിചാരിച്ചില്ല. ഇനി എന്താ ചെയ്യാ? ഐശ്വര്യ എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ ഇങ്ങനൊരു സ്ഥാനം കിട്ടിയ ഗർഭത്തിന്റെ ക്ഷീണവും വോമിറ്റിംഗ് ഒക്കെ കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാനാ? മെഡിസിൻ കഴിച്ചോ? കൊന്നാലും നീ ഹോസ്പിറ്റലിൽ വരില്ലല്ലോ. അതിനൊക്കെ വഴിയുണ്ട്. ഐശ്വര്യ, നീ ഒന്നും പറയണ്ട. അമ്മേ, വൈസ് ചെയർപേഴ്സണായി ശ്യാമ മതി. ശരിയാ, നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അമ്മേ, എന്റെ ലക്ഷ്യം അതല്ല. ഇനിയും നന്നായിട്ട് പാടി ആ ഫീൽഡിൽ തന്നെ നിൽക്കണമെന്നാ എന്റെ മോഹം. അതിനെന്താ, പാട്ട് മുടക്കണ്ട. ആ അവസരത്തില് ഞാനുണ്ടല്ലോ. ഞാനപ്പോ കമ്പനിയുടെ ചുമതല നോക്കിക്കോളാം. അതുപോലെ. അല്ലമ്മ, അത് ഒന്നും പറയണ്ട. ഇനി ഒഴിഞ്ഞു മാറാനൊന്നും നിക്കണ്ട. നമ്മുടെ കമ്പനിയുടെ പുതിയ വൈസ് ചെയർപേഴ്സൺ ശ്യാമ തന്നെയാ. തീരുമാനിച്ചു. അത് മതി. കമ്പനിയുടെ ഈ അവസ്ഥയിൽ കമ്പനിയെ രക്ഷപ്പെടുത്താനുള്ള ഉചിതമായ തീരുമാനമാണത്. തൽക്കാലം ശ്യാമ ചുമതലയേറ്റുള്ളൂ. കമ്പനി ഒന്ന് കരകയറട്ടെ. പറയുമോളെ, മോളെന്താ അങ്കിളിനെ വിളിക്കാതിരുന്നേ? അങ്കിളെ, ഇവിടെ മുത്തശ്ശിയുണ്ട്. വലിയ വഴക്കാ.
എന്നെ അങ്കിളിനെ കാണിക്കില്ലെന്നാ മുത്തശ്ശി പറഞ്ഞേ. എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം. കാണാതെ പറ്റില്ല. ഒന്ന് കണ്ടാ മതി. എന്നെ കാണാൻ വരും അങ്കിൾ. മോളെ അത് ഇപ്പോ അങ്കിള് വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. അങ്കിള് വരണം. ശരി മോളെ, മോളെ കാണാൻ അങ്കിൾ ഇപ്പൊ തന്നെ വരും, ഉറപ്പായിട്ടും വരും. വേഗം വരണേ അങ്കിളെ. മോളെ അങ്കിള് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള താമസം അത്രേ ഉള്ളൂ. അങ്കിള് ഉടനെ എത്താം. താങ്ക് യു അങ്കിൾ. ശരി മോളെ. പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട താമസം ഇപ്പൊ മോളുടെ അടുത്തും കൂടി ചെല്ലുമല്ലേ. നമുക്ക് നോക്കാം. തിരക്കാണോ? ഏയ് അത്യാവശ്യം ജോലിയൊന്നുമില്ല, എന്നാലും തീർത്ത് വെക്കാന്ന് വിചാരിച്ചു. ആ എന്താടോ എന്നോടെന്തോ പറയാനുള്ളത് പോലെ തോന്നല്ലോ. എന്താ കാര്യം പറയുന്നേ? ആ, അത് വേണ്ട പറയേ. വേണ്ട, അത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന് കാര്യം പറ. ശരിയാവുന്ന നോക്കാലോ. അത് ഇപ്പോ എങ്ങനെയാ പറയാ? എന്നോട് ഇത്രയ്ക്ക് പറയാൻ പറ്റാത്ത കാര്യം എന്താ? പറയടോ. അത് ഞാൻ കേക്കട്ടെ. അത് ഒരാഗ്രഹം. എന്താഗ്രഹം പറഞ്ഞോ, എന്താ നമുക്ക് നോക്കാം. അതെ, എനിക്ക് വല്ലാത്തൊരു കൊതി തോന്നുക. എന്താ പാട്ട് പാടാനാണോ? പാടിക്കോ, ഞാൻ കേൾക്കാൻ റെഡിയാ. ഷോ, അതൊന്നും അല്ല. എനിക്ക് നല്ല ചൂട് ദോശയും രസവടയും കഴിക്കണം. ഇത്രയേ ഉള്ളൂ? നാളെ തന്നെ ദോശയും രസവടയും ഞാൻ റെഡിയാക്കി തരാം. അത് പറ്റില്ല, എനിക്കിപ്പോ തന്നെ കഴിക്കണം. ഇപ്പോഴോ? അതിനെ എന്താന്നറിയില്ല, എനിക്ക് നല്ല ചൂട് തട്ടുദോശയും രസവടയൊക്കെ കഴിക്കാൻ തോന്നുക. അമൃതടുത്തി ശ്യാമയുടെ ആഗ്രഹം കേട്ടോ, തട്ടുകടയിലെ ചൂട് തട്ട് ദോശയും രസവടയും കഴിക്കണമെന്ന്. അതങ്ങനെ വയറ്റില് കുഞ്ഞുള്ളപ്പോ ഇങ്ങനെ പല ആഗ്രഹവും തോന്നും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.